എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ലാമൻ സൊല്യൂഷൻസ് എങ്ങനെയാണ് തുടങ്ങിയത്, അതിന് എത്രത്തോളം ഫൈനാൻഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നുള്ള കാര്യം. ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെയാണ് ലാമൻ സൊല്യൂഷൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതാദ്യം തുടങ്ങിയത്, എനിക്ക് PSC മേഖലയിലൊക്കെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അറിയാം, ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ PSC എന്ന് പറയുന്ന മേഖലയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആദ്യം ചെയ്തത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ് ചെയ്തത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 10 പേർക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തേക്ക് സൗജന്യമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തു. അവരെ മാക്സിമം അവർക്ക് സൗജന്യമായിട്ട് വാല്യൂ കൊടുത്തു. അങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്തു അവിടെ രൂപപ്പെട്ടു. പിന്നെ അതിനെ അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് അവരെ കൊണ്ടുപോകുന്നൊരു സ്ഥിതിയിലേക്കാണ് വന്നത്. ഇപ്പം നിലവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 മികച്ച കോമ്പറ്റേറ്റീവ് എക്സാം പബ്ലിക്കേഷനായിട്ട് ഇപ്പോൾ ലാമൻ സൊല്യൂഷൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനെടുത്ത ആ ഒരു സ്റ്റെപ്പാണ്. അന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമായിരുന്നില്ല. ഇപ്പോൾ ലാമൻ സൊല്യൂഷൻസിനെ അടുത്തൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ചെയ്യുന്ന ഡെയിലി വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഫൈനസ്റ്റ് ബ്രാൻഡിങ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, രൂപപ്പെടുകയാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വളരെ തീവ്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് മാത്രമല്ല നമുക്ക് കിട്ടുക, ബൈ പ്രോഡക്റ്റുകളായിട്ട്. ഇപ്പം ലാമൻ ഡിജിറ്റൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫൈനസ്റ്റ് സ്റ്റുഡിയോ വന്നു, മാനിഫെസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ജേണലുകളൊക്കെ പുറത്തിറക്കുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊന്നും അന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഫണ്ടില്ല, നിങ്ങളെ കയ്യിൽ ഫണ്ടില്ല എന്നുള്ളൂ, അതിനെ നിങ്ങൾക്ക് ലിവറേജ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് ആ ഫണ്ട് എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അതിതീവ്രമായിട്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം റിസൾട്ട് ഉറപ്പാണ്.